തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭീഷണികളൊന്നും രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വിലപ്പോകുന്നില്ല. കൂടുതൽ കരുത്തോടെ ജനാധിപത്യ സംരക്ഷണ പോരാട്ടവുമായി രാഹുൽ മുന്നോട്ട് നീങ്ങുകയാണ്. നിലവിൽ വോട്ട് മോഷണത്തിനെതിരെ ബീഹാറിൽ ഭാരത് ജോഡോ മാതൃകയിൽ വോട്ടർ അധികാർ യാത്ര നടത്തുകയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം ഈ യാത്രയുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ വെച്ച് വൻ ജനാവലി സാക്ഷിയായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് താക്കീത് നൽകിയിരുന്നു. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു കമ്മീഷണർമാർക്കുമെതിരെ വോട്ട് മോഷണത്തിൽ നടപടി ആരംഭിക്കും എന്നായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. രാഹുൽ ഗാന്ധിയെ കാണാൻ റോഡിന്റെ ഇരുവശത്തും പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും തടിച്ചുകൂടുന്നത്. ബീഹാറിൽ SIRന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ വോട്ടർമാർ ഈ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധിയെ കാണുകയും പരാതികൾ പറയുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തുടങ്ങിവെച്ച വോട്ടർ അധികാർ യാത്ര നിലവിൽ മുഴുവൻ ബീഹാറിന്റെയും യാത്രയായി മാറുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഏറെ വൈകിയും കോരിച്ചെരിയുന്ന മഴയത്തും രാഹുലിനെ കാണാൻ, അയാൾ പറയുന്നത് കേൾക്കാൻ ഓരോ പ്രദേശത്തും വലിയ ജനക്കൂട്ടമാണ് കാത്തു നിൽക്കുന്നത്. BJP ക്യാമ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൃത്യമായ സന്ദേശം നൽകുന്നതാണ് രാഹുലിനെ കാണാനായി തടിച്ചുകൂടുന്ന ഈ ആൾക്കൂട്ടം. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉടനടി നടപടി ഉണ്ടാകും എന്ന് ഉറച്ച ഭാഷയിൽ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണ്? അതിനുള്ള ഉത്തരം നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്നതാണ്. ബീഹാറിൽ ഒഴുകിയെത്തുന്ന ആൾക്കൂട്ടം ഇന്ത്യയുടെ മുഴുവനും വികാരത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതിനൊപ്പം കോൺഗ്രസ് അണിയറയിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഒരുക്കുന്നുണ്ടെന്ന വാർത്തകൾ ദേശീയ തലത്തിൽ നിന്ന് വരുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുഖേന രാഹുൽ ഗാന്ധി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് ജഗൻമോഹൻ റെഡ്ഡി ആരോപിച്ചിരുന്നു. അതുപോലെ ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ജയിക്കാനായാൽ നിതീഷ് കുമാർ NDA വിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഈ പ്ലാൻ നടപ്പിലായാൽ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പാർട്ടികളുടെ പിൻബലത്തിൽ ഭരണം നയിക്കുന്ന മോദി സർക്കാർ വീഴുമെന്ന് സാരം. നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ഒപ്പം ചില ചെറിയ പാർട്ടികളെ കൂടി ഒപ്പം നിർത്തിയാൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാകില്ല. അതിനാൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള താക്കീത് ഒന്നും കാണാതെയുള്ള വെല്ലുവിളിയല്ല. ഇന്ത്യ മുന്നണി സർക്കാരിനെ അധികാരത്തിൽ ഏറ്റാനുള്ള തന്ത്രങ്ങൾ ഇതിനോടകം കോൺഗ്രസ് മെനഞ്ഞു കഴിഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാത്രമേ നരേന്ദ്രമോദിക്ക് സുഖമായി ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യം രാജ്യത്തെ BJP നേതൃത്വത്തിനുമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയാൻ കഴിയും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായി കേന്ദ്ര സർക്കാരിനെതിരെ അണിനിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബീഹാറിന്റെ തെരുവുകളിൽ മോശം കാലാവസ്ഥയിൽ പോലും തടിച്ചുകൂടുന്ന വലിയ ജനക്കൂട്ടം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ BJP അട്ടിമറിക്കുന്നു എന്ന രാഹുലിന്റെ ആരോപണത്തെ ഇന്ത്യൻ ജനത പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് വോട്ടർ അധികാർ യാത്രയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പങ്കാളിത്തം. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം നിലവിൽ BJPക്കെതിരെ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന ജനാധിപത്യ ആശയത്തിന് മുകളിൽ കൈവച്ചാൽ ഈ ജനത മാപ്പ് നൽകില്ല എന്നതിന് ഇതിലും നല്ല ഉദാഹരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഗോദി മീഡിയ പെരുപ്പിച്ചുണ്ടാക്കിയ മോദി പ്രഭാവം എന്നത് വെറും കെട്ടുകഥയാണ് എന്ന് രാജ്യത്തിന് ബോധ്യപ്പെടുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ജനങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ കരുത്തില്ലാത്ത ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് വർഷങ്ങൾ പലതായ നരേന്ദ്രമോദിയെ നിരന്തരം ജനങ്ങളോട് സംവദിക്കുന്ന, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ ഉത്തരങ്ങൾ നൽകുന്ന രാഹുൽ ഗാന്ധി മുഖാമുഖം നേരിടുമ്പോൾ യുവജനങ്ങൾക്കുൾപ്പെടെ ആബാലവൃദ്ധ ജനങ്ങൾക്കും ആരും പറഞ്ഞു നൽകാതെ തന്നെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക അക്കൗണ്ടിന് ലഭിക്കുന്ന പിന്തുണ ഈ വസ്തുതയെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്. മോദി അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ രാഹുൽ സംസാരിക്കുന്നതും വാദിക്കുന്നതും ഇന്നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഈ രാജ്യം പാവപ്പെട്ടവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയുമാണ് എന്ന് രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് നടുവിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ രാഹുലിനെ ഈ ആൾക്കൂട്ടത്തിന് അവരിൽ ഒരാളായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ.
ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP പ്ലാൻ ചെയ്തു വെച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ മുകളിൽ കൂടിയാണ് നിലവിൽ രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടം ഇതുവരെ കാണാത്ത രീതിയിൽ ഇന്ത്യ മുന്നണിയെ കരുത്തുള്ളതാക്കി തീർത്തിരിക്കുന്നു. അധികാരത്തിനു വേണ്ടി ഓടിക്കൂടിയ ഒരു കൂട്ടം പാർട്ടികളാണ് NDA മുന്നണിയിലുള്ളതെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ അണിനിരക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനും ആ ആശയത്തിനും വേണ്ടി പോരാടുന്ന പാർട്ടികളും നേതാക്കളുമാണ്. BJPക്ക് ഇനി ഒന്നും പഴയതുപോലെ എളുപ്പമാകില്ല. പാർലമെന്റിനകത്തും പുറത്തും BJPയുടെ ഓരോ പ്രവൃത്തിയെയും ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷമുണ്ട്. നരേന്ദ്രമോദിയോട് നേർക്കുനേർ നിന്ന് പോരാടാൻ ഇന്ത്യൻ ജനതയുടെ പിന്തുണയുള്ള രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവുണ്ട്. ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബാധകമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ സുതാര്യത സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നതുവരെ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ശക്തമായ പോരാട്ടങ്ങൾ നയിക്കും. ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്ര ഒരു തുടക്കം മാത്രമാണ്. രാജ്യത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്കും പടരാനുള്ള തീയാണ് വോട്ട് അധികാർ യാത്ര എന്നത്. രാഹുൽ ഗാന്ധി തന്റെ യാത്രയിൽ ഉടനീളം പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ആ സംസാരിക്കുന്നതിന്റെ എല്ലാം അർത്ഥം ഒന്നാണ്: ഈ രാജ്യത്തിന്റെ മഹത്തായ ആശയങ്ങളെ അട്ടിമറിക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്നും അങ്ങനെ അട്ടിമറിച്ചവരെയും അതിന് കൂട്ടുനിന്നവരെയും കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുമെന്നുമാണ് ഈ യാത്രയിലുടനീളം രാഹുൽ ഈ രാജ്യത്തോട് പറയുന്നത്. ഈ രാജ്യത്തിനായി ജീവൻ ബലി കൊടുത്ത മുത്തശ്ശിയുടെയും പിതാവിന്റെയും രക്തമാണ് അയാളിലും ഓടുന്നത്. അതിനാൽ തന്നെ അയാൾ നിർഭയമായി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ നയിക്കുന്ന പോരാട്ടം ഒരിക്കലും വെറുതെയാകാൻ പോകുന്നില്ല.